ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് കൃഷിയുമല്ല, വിളവെടുപ്പുമല്ല, പൂക്കളെ കാണിക്കൊന്നുമല്ല, എൻ്റെ വീടുമല്ല. ഞാൻ ഇന്നുള്ളത് ഇപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ്. എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് മുക്കം കൊടിയത്തൂർ. അതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. എനിക്ക് 5 ആങ്ങളമാരാണ്. അതിൽ രണ്ടാമത്തെ ആങ്ങളുടെ മോള് LLB കഴിഞ്ഞ് അത് കഴിഞ്ഞ് അടുത്ത PGയിലേക്കുള്ള LLM എന്നതിന് പറയുക. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ടുണ്ട് എൻട്രൻസ് പരീക്ഷയിൽ. അപ്പോൾ ഞാൻ ആ മോളെ ഒന്ന് അനുമോദിക്കാൻ വേണ്ടി ഞങ്ങൾ കുടുംബത്തിലെ എല്ലാവരും ഒന്ന് ഒത്തുകൂടിയതാണ്. അപ്പോൾ ഞങ്ങൾ ആ മോളെയും മോളെ പരിപാടിയും എല്ലാ സംഭവങ്ങളും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടെ കാണിച്ചു തരാം കേട്ടോ. നവീൻ ആണ് ആങ്ങളുടെ മോള് LLM പരീക്ഷയ്ക്ക് എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ മോളാണ്. ഞങ്ങൾക്ക് ആകെ കുടുംബത്തിൽ പെൺകുട്ടികളെ എണ്ണം കുറവാണ്. അതിൽ ഞങ്ങൾ ആരംഭം ആങ്ങൾക്ക് 3 കുട്ടികളാണ്, 2 ആണും 1 പെണ്ണും. ആ പെണ്ണിനാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയത്. ഇനി ഞങ്ങൾ അടുത്തത് എല്ലാവരും കൂടെ ഒന്ന് കേക്കൊക്കെ മുറിക്കട്ടെ കേട്ടോ. ഇതാണ് പേര് പറഞ്ഞു കൊടുക്ക്. ഫാത്തിമ സെഹ്റ. നല്ല പേരാ. ഞങ്ങൾ ഒരു സന്തോഷത്തിനൊരു മധുരം റാങ്കൊക്കെ കിട്ടിയല്ലേ, അങ്ങനെ ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങി. ഇതാ കൺഗ്രാജുലേഷൻസ് അന്നൂസ് എന്ന് ഞങ്ങൾ വിളിക്കൽ. LLM ഫസ്റ്റ് റാങ്ക്. അങ്ങനെ കേക്കൊക്കെ വാങ്ങി ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു സന്തോഷമാണ്. തറവാട്ടിലെ മോക്ക് കിട്ടിയതല്ലേ, എല്ലാവരെയും വിളിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയ കേക്കൊക്കെ മുറിക്കാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇപ്പം നാട്ടിലുള്ളവരൊക്കെ കുറച്ച് പേർക്ക് തിരക്കാണ്. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തണമെങ്കിൽ ഇതാ റാങ്കുകാരി അതാ അവിടെ ഇരിക്കുന്നത്. റാങ്കുകാരിയുടെ ഉപ്പയാണ് ഉമ്മ. പിന്നെ എൻ്റെ ഏടത്തി, ഇത് പറഞ്ഞാൽ എൻ്റെ ആങ്ങളയാണല്ലോ. അവിടെ വേറൊരു ആങ്ങളുടെ മക്കൾ ആങ്ങള. പിന്നെ പരിചയമുണ്ടോ? ഇതാ ഇതെൻ്റെ മോന്, മൂത്ത മോന്. ചെറുത് പിന്നെ ഇവിടെ ഇല്ലല്ലോ. ഇത് ചെറിയ ആങ്ങളുടെ ഭാര്യ. ഇത് റാങ്കുകാരിൻ്റെ ഏട്ടന് ആങ്ങള. ഇത് ഒരു ആങ്ങളുടെ മോള്. ഇത് എൻ്റെ ഉമ്മ. ഇത് വേറൊരു ആങ്ങളുടെ ഭാര്യ. ഇത്രയും പേരെ ഇപ്പം ഉള്ളൂ. അനിയത്തിക്ക് സെൻസസ് ഡ്യൂട്ടി ആയിട്ട് ഭയങ്കര തിരക്കാണ്, എത്തിയില്ല. മൂത്ത ആങ്ങൾക്കും ഭയങ്കര തിരക്ക് എത്തിയിട്ടില്ല. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഞങ്ങളിന് കേക്ക് മുറിക്കാൻ പോവുക കേട്ടോ. ഉപ്പയും ഉമ്മയും ആദ്യം വരട്ടെ. നടുവിൽ നിൽക്കുക. വാ പെണ്ണേ, വാ ഒന്നും നിൽക്കുക. റാ പോലെ നിൽക്കുക. റാന്നറിയപ്പോൾ വിശ്വ കളിയാക്കും. ഉമ്മയുടെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടി കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഇതാ റാങ്കുകാരി തന്നെ മുറിക്കട്ടെ. ഉപ്പ് കുറച്ച് മതി ഉമ്മാക്ക്. കുറച്ച് മധുരാഞ്ഞ് മതി. എനിക്ക് കുറച്ച് ഞാനൊന്ന് വായിൽ വെക്കട്ടെ. അവൾക്ക് വലിയ പീസ്. ഓളങ്ങനെയാ. അങ്ങനെ പൊന്നുമോൾക്ക് ഞങ്ങളൊരു കേക്കൊക്കെ കുഞ്ഞു മക്കള് മാറി നിൽക്കുന്നു. ഇങ്ങോട്ട് വാ ആയിഷ, ഇവിടെ നിൽക്ക് നോക്കട്ടെ. വാ ആയിഷ മോള് വാ. അതാ അപ്പൂസ്. ഇതാ അപ്പൂസ് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന അപ്പൂസ്. ഇനി ആയിഷ മോള് വാ. ലുലും വാ. അവര് വരുന്നില്ല, നാണക്കേട്. ഇനി ഞങ്ങളെല്ലാവരും മുറിച്ചത് പീസാക്കി എല്ലാവർക്കും കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ കേക്ക് മുറി ഇവിടെ അങ്ങനെ അവസാനിച്ചു. ഫുഡ് കഴിക്കുക. ഫുഡൊക്കെ ഒരുക്കി. ചിക്കൻ ബിരിയാണി ഉണ്ട്, എല്ലാ സാധനവും. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കേക്കെല്ലാം മുറിച്ചു. പിന്നെ കുറേ ആൾക്കാർക്ക് ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റാങ്കുകാരിയായിട്ടൊന്ന് സംസാരിക്കണം. എന്താണ് LLM എന്നറിയാത്ത എൻ്റെ കുറേ പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്കൊക്കെ അറിയാൻ വേണ്ടി. എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ആക്കി ചെയ്യാം കേട്ടോ. ഇനി ആദ്യം തന്നെ ഉമ്മ ഒരു ഷാളാണ് ഇരിക്കുന്നുണ്ട്. കൊച്ചുമോളെ നമ്മ വരി എല്ലാവരും വാ. ചെറിയ അപ്പു എവിടെ? എല്ലാവരും വന്നില്ലേ?
ജസ്റ്റിനയുടെ വിഷുവിന് മാറ്റിയേ ഇത് ഉമ്മക്കൊന്ന് റെഡിയാക്കി കൊടുക്കുന്ന പ്രാക്ടീസ്. ഉമ്മയാണ് ഞങ്ങളെ എല്ലാവരെയും ഈ രീതിയിൽ നിലയിൽ എത്തിച്ച ആൾ. അപ്പോൾ ഒരു ഷാൾ അണിയിക്കുക, ഇതാ ഉമ്മാനെ കെട്ടിപ്പിടിക്കുക. എല്ലാവരും കെട്ടിപ്പിടിക്കല അവർക്ക് പണി. ഉമ്മാക്ക് മേരക്കുട്ടികൾ എന്ന് പറഞ്ഞ ഉമ്മക്ക് ജീവനാ. ഇനി കരയാനും തുടങ്ങി. അങ്ങനെ അമ്മക്ക് സന്തോഷം കണ്ടാലും കരയൂ. ഉമ്മക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങൾ പറയും ഉമ്മയാണ് മോള് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ എപ്പോഴും പറയല്. മൂത്ത ആങ്ങൾക്ക് 3 ആൺകുട്ടികളാണ്. രണ്ടാമത്തെ ആങ്ങൾക്കുള്ളത് 3 കുട്ടികളിൽ 2 ആണും 1 പെണ്ണും. അങ്ങനെ ഉമ്മൻ്റെ പേരക്കുട്ടികളിൽ മൂത്ത് പെൺകുട്ടിയൊക്കെ ഉണ്ട്. എനിക്കും ഇല്ല പെൺകുട്ടികൾ. അതുകൊണ്ട് ഉമ്മക്ക് ജീവനാ മോളിലെ നമുക്ക് മോളോട് ചോദിച്ചറിയാം കുറേ കാര്യം. അപ്പോൾ നമുക്ക് മോളുമായിട്ട് നമുക്ക് സംസാരിക്കാം. ആ തുടക്കം മുതൽ LKG തൊട്ടിട്ട് ഇവിടം വരെ ഈ ഇവിടം വരെ എത്തിയത് എങ്ങനെയൊക്കെയെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കാം കേട്ടോ. ആദ്യം തന്നെ മോളൊന്ന് പരിചയപ്പെടുത്തുക. പേര് പറഞ്ഞു കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ടവർക്ക്. എൻ്റെ പേര് ഫാത്തിമ സഹ്റ. ഞങ്ങൾ അന്നൂസേന്നാണ് വിളിക്കല്. പിന്നെ മോള് പഠിച്ചത് എവിടെയായിരുന്നു ആദ്യം? ഞാൻ 7ാം ക്ലാസ് വരെ പുറത്തായിരുന്നു, അബ്രോഡായിരുന്നു പഠിച്ചിരുന്നത്. അവിടുത്തെ ഉപ്പ പുറത്തായിരുന്നു, സൗദിയിലായിരുന്നു പഠിച്ചത്. ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ റിയാദിലായിരുന്നു പഠിച്ചത്. പിന്നെ ഹൈസ്കൂൾ പഠിച്ചിട്ടുള്ളത് ഇവിടെ PTM ഹയർ സെക്കൻഡറി ഹൈസ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളിവിടെ ഉള്ള കൊടിയത്തൂരുള്ള പേര് കേട്ട ഒരു സ്കൂളാണ്, നല്ല വിജയശതമാനമൊക്കെ ഉള്ള. പിന്നെ +2 റഹ്മാനിയയിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ ലോ കോളേജിലോട്ടാണ് എത്തിയിട്ടുള്ളത്. അവിടെ നോളജ് സിറ്റി മർക്കസ് ലോ കോളേജിലാണ് ഞാൻ എൻ്റെ BBA LLB കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ LLM എൻട്രൻസ് എക്സാം എഴുതിയിട്ട് ഇപ്പോൾ പോണ്ടിച്ചേരിയിൽ ചേരാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ 6ാം റാങ്ക് കിട്ടിയത് ഏതിലായിരുന്നു? 6ാം റാങ്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത് MG യൂണിവേഴ്സിറ്റിയിലാണ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ. അവിടെ ഒരു സെപ്പറേറ്റ് എക്സാം തന്നെയാണുള്ളത്. അവിടെയാണ് എനിക്ക് 6ാം റാങ്ക് ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടിയതോ? ഫസ്റ്റ് റാങ്ക് അത് വേറെ എക്സാമാണ്, CUET എന്നുള്ള എക്സാമാണ്. അപ്പോൾ അതിൽ ഓരോന്നിലും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലും പോണ്ടിച്ചേരി, ഡൽഹി അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റീസാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. അതിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചിട്ടുണ്ട്, പോണ്ടിച്ചേരിയിൽ 8th റാങ്കും. പിന്നെ ഈ LLM എന്ന് പറഞ്ഞാൽ വക്കീലിൽ പഠിക്കുന്നതല്ല ഒരേപോലെ 4 കൊല്ലം. ഈ LLM 5 കൊല്ലം. 5 കൊല്ലം. അതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞ് കയറുകയാണെങ്കിൽ ഡിഗ്രി + LLB ആണ്. അപ്പോൾ അത് 5 കൊല്ലം. അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് കയറുകയാണെങ്കിൽ 3 കൊല്ലമാണ് ഉണ്ടാവുക. അപ്പോൾ എനിക്കിപ്പോൾ ടോട്ടലി ഇപ്പോൾ 5 years ആണ് BBA + LLB ഇൻ്റഗ്രേറ്റഡ് ആയിട്ട്. അപ്പോൾ അതെ. ഇപ്പോൾ LLMൽ പല വിഭാഗമുണ്ട്. അപ്പോൾ നമുക്ക് MBBS കഴിഞ്ഞിട്ട് PG എടുക്കുന്ന ഒരാൾക്ക് കുറേ വിഭാഗം ഉണ്ടല്ലോ. പിന്നെ ഓർത്തോ, അതുപോലെ ഇതിലും വിഭാഗമുണ്ട്. ഇപ്പം നമ്മൾ ഓരോന്നിലും സ്പെഷ്യലൈസേഷൻ ചെയ്യും. ഇപ്പം ഞാൻ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് IPR എന്നുള്ള വിഭാഗം. അത് പറഞ്ഞാൽ ഇപ്പോൾ പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതാണിപ്പോൾ ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ട് എന്നുള്ള പറയണത് എല്ലാവരും. പിന്നെ വേറെ ഉണ്ട്, കോർപ്പറേറ്റ് ഉണ്ട്, ക്രിമിനൽ ഉണ്ട്, സിവിൽ ഉണ്ട്, അങ്ങനെ AI വരെ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ചെയ്യാനുള്ളത്, ജോലി സാധ്യത ഉള്ളത്. അതെ, ഞാൻ അതാണ് നോക്കുന്നത്. ഹൈക്കോർട്ടിലേക്ക് അങ്ങനെ പോകുന്ന ആ രീതിയല്ല. അത് വേറെ തന്നെ പ്രാക്ടീസ് തന്നെ, ലിറ്റിഗേഷൻ പറഞ്ഞാൽ വേറെ തന്നെ ഒരു സംഭവം. അതിന് LLMൻ്റെ ആവശ്യമല്ല, നേരെ LLB കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ ഞാൻ LLM എടുക്കുന്നത് എനിക്ക് ഒന്നുമില്ല സ്പെഷ്യലൈസേഷൻ കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ടാണ്. പിന്നെ പരിചയപ്പെടുത്തി കൊടുക്ക്. ഏതാണ് എൻ്റെ ഉപ്പ. സൗദിയിൽ പോവാൻ കാരണം എന്താണ്? എങ്ങനെ സൗദിയിൽ എത്തിയ പഠിക്കാൻ അന്ന് പറഞ്ഞു കൊടുക്കും. ഉപ്പാക്ക് അവിടെ ഉപ്പാൻ്റെ ജോലി അവിടെ ആയിരുന്നു. ഉപ്പ സർവേയറായിട്ട് വർക്ക് ചെയ്യുന്നത് സൗദിയിലായിരുന്നു. 22 കൊല്ലം അവിടെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുള്ളത്. സൗദിയിലെ മുത്തക്കൽ കുവേരി എന്ന കമ്പനിയിലാണ് സർവേയറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. 22 വർഷം ഒരേ കമ്പനി തന്നെ വർക്ക് ചെയ്ത് അവിടുന്നാണ് ഞാൻ പോന്നത്. പിന്നെ ഇപ്പം നാട്ടിൽ കൺസ്ട്രക്ഷൻ ഫീൽഡാണ് ചെയ്യുന്നത്. അതേ ഫീൽഡ് തന്നെ അധികം റിസോർട്ടാണ് ചെയ്യുന്നത്. റിസോർട്ട്, സ്വിമ്മിംഗ് പൂള്, എയർ ടൈപ്പ് ബിൽഡിങ്, അങ്ങനെ തിരക്കില്ല. അങ്ങനെ ഔട്ട് ഓഫ് സൗത്ത് ഇന്ത്യയിലെ ഏകദേശം സ്ഥലത്തൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി ഞാൻ മോള് പറഞ്ഞു തരാം. ഇനി മൂത്ത മോനൊന്ന് പരിചയപ്പെടുത്തുക. അത് മോള് എന്താ പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്ക്.
ഹായ്. കഴിഞ്ഞാ അതെ ഞാൻ എം.ടെക് സ്ട്രക്ചറിൽ കഴിഞ്ഞതാ NIT കാലിക്കറ്റിൽ നിന്ന്. ഇപ്പോൾ സ്വന്തമായിട്ട് കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നോക്കി സ്റ്റീൽ ബിൽഡിങ് സ്റ്റീൽ സ്ട്രക്ചറിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. കൂടെ ഫാദറുണ്ട് ഹെൽപ്പിനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. എൻ്റെ ആങ്ങളെയാണ് കേട്ടോ. ആങ്ങളൊക്കെ എന്താ ചോദിക്കാനുണ്ട്. ഏട്ടൻ്റെ മോളുണ്ട് LLB ആയിട്ട് ബന്ധപ്പെട്ട്. ആങ്ങള അധ്യാപകനാണ്. ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് ഒരു സന്തോഷം പറയണമല്ലോ. ഞങ്ങൾ 8 മക്കളിൽ 5 ആൺകുട്ടികളാണ്. ഈ 5 ആൺകുട്ടികളിൽ ആദ്യത്തെ 5 ആൺകുട്ടികളുണ്ടായ മക്കളെല്ലാം കൂടുതലും ആൺകുട്ടികളാണ്. അപ്പോൾ ആദ്യത്തെ ഞങ്ങളുടെ കുട്ടി പെൺകുട്ടി എന്ന നിലയ്ക്ക് പേരക്കുട്ടി അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഞങ്ങളുടെ കൺമണി എന്ന് പറയാൻ പറ്റുന്ന കുട്ടിയാണ് ഞങ്ങളുടെ അന്നൂസ്. അതുകൊണ്ട് ഈ വിജയം നേടിയതിൽ ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല ഞങ്ങളുടെ നാടിന് വരെ വലിയ സന്തോഷമുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ അവളെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പല പാർട്ടി അനുമോദന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ്. തന്നെയല്ല കേരളത്തിന് പുറത്ത് പഠിക്കാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഭാഗ്യമാണ്. കാരണം അവൾ നല്ല ഇംഗ്ലീഷിൽ നല്ല ഫ്ലുവൻ്റാണ് ഇംഗ്ലീഷിൽ. കാരണം പുറത്താണ് പഠിച്ചത്. ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നതും വലുതായതും SLC പഠിക്കുന്നത് വരെ 10ാം ക്ലാസ് വരെ പഠിച്ചത് ഒരു സൗദിയിലാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുപാട് മാറ്റം 7ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സന്തോഷമുണ്ട്. പിന്നെ വായിക്കൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തത് നന്നായിട്ട് വായിക്കുന്ന കുട്ടിയാണ്. ഒരു പക്ഷേ LLBക്കാർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല പരന്ന വായനയാണ്. കൂടുതലും വായിക്കുന്നത് ഇംഗ്ലീഷാണ്. തന്നെയല്ല ഇംഗ്ലീഷിൽ ചെറിയ പോയംസൊക്കെ എഴുതാറുണ്ട്. ഞങ്ങളുടെ ഒരു ഷേക്സ്പിയർ വില്യം വേർഡ്സ്വർത്ത് ആവേണ്ട ആളും കൂടിയാണ് എന്നെനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുന്നു. ഇങ്ങനെ ഒരു മാറ്റം, അതായത് ഒരു LLM കഴിഞ്ഞ് ഒരു പക്ഷേ നമ്മളെ കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ജഡ്ജായിട്ടോ മറ്റോ ഒക്കെ ആയി വരട്ടെ എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. അതാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും അതിനുള്ള പ്രയത്നം തന്നെയാണ്, അതിനുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ ജോയിൻ ചെയ്യും LLM പഠിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. കുടുംബത്തിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്ന് പ്രത്യേകം അറിയിക്കുകയും കൂടിയാണ്. ഈ LLMലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ LLB തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് എന്താവാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? LLB എടുക്കുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കോളേജ് പ്രൊഫസർ ലെക്ചറർ ആ ഒരു ഇതിലോട്ടായിരുന്നു. പക്ഷേ ഉപ്പക്ക് പ്രൊഫഷണൽ കോഴ്സ് വേണമെന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് എനിക്ക് താല്പര്യമില്ല. അപ്പോൾ എൻ്റെ ബ്രദറാണ് ഇത് സജസ്റ്റ് ചെയ്തത്. ഇങ്ങനെ കാക്കക്ക് 2 അഡ്വക്കേറ്റ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ കാക്ക ചോദിച്ചിങ്ങനെ LLB എന്നുള്ളൊരു കോഴ്സിലോട്ട് പോയാലോ, നല്ലതാണ്, നല്ല സ്കോപ്പ് ഉള്ളതാണ് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് എടുത്തുകൂടെ, അത് പ്രൊഫഷണലാണ്, പിന്നെ നമുക്ക് വേണമെങ്കിൽ അതിന് കൂടെ ലെക്ചറർ ആവാം LLM ഒക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ അങ്ങനെയാണ് ഈ കോഴ്സിലോട്ട് എത്തിയത്. അപ്പോൾ ഉപ്പക്കും താല്പര്യം. ഉപ്പ പറഞ്ഞു പിന്നെ വല്യപ്പയും അങ്ങനെയായിരുന്നു ആഗ്രഹിച്ചിരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊരു വിധിയുള്ള പോലെ. നല്ല മറുപടിയാണ്. എൻ്റെ 3ാമത്തെ ആങ്ങളെയാണ്. 4ാമത്തെ ആങ്ങളെയാണ്. 4ാമത്തെ ആങ്ങളെ അധ്യാപകനാണ്. അപ്പോൾ ചോദിക്കാനുണ്ടാവും എങ്ങനെയാണ് ഈ ഞങ്ങളെ വല്യപ്പാൻ്റെ. ഞാൻ എൻ്റെ പേര് യൂസഫ്. ഞാൻ തിരൂർ കൂട്ടായി ഹൈസ്കൂൾ അധ്യാപകനാണ്. ഈ LLM കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. കാരണം അവളെ നിരന്തരമായ പ്രയത്നമാണ്, വീട്ടുകാരെ സപ്പോർട്ടും കൊണ്ടാണ് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞത്. കേരള യൂണിവേഴ്സിറ്റിയിൽ 1ാം റാങ്ക് നേടിയത് എന്നൊരു വലിയ സംഭവമാണ്. കാരണം ഈ കൊടിയത്തൂർ പോലത്തെ ഒരു നാട്ടുമ്പുറത്ത് നിന്ന് ഒരു വലിയ കോച്ചിങ്ങൊന്നും ഇല്ലാതെ അവളെ നിരന്തര പ്രയത്നം കൊണ്ട് മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. പിന്നെ എനിക്ക് അവളോട് ചോദിക്കാൻ 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ അഡ്വക്കേറ്റ് വക്കീലാവുക എന്നില്ല മോഹം ഏത് സമയത്താണ് എൻ്റെ വന്നത്? എന്ത് വക്കീലാവുന്നതിൽ സാധാരണ ഞങ്ങളെ കുടുംബം ഒരു അധ്യാപക കുടുംബമാണ്. അതിൽ നിന്നും മാറി ചിന്തിച്ചിട്ട് ഈ മേഖല തിരഞ്ഞെടുക്കാൻ എന്താണ് ഒരു പ്രചോദനമായത്? ഞാൻ നേരത്തെ പറഞ്ഞ അതേ ഉത്തരം എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം ഈ കോഴ്സിലോട്ട് വരും തന്നെ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു കോഴ്സ് തന്നെയായിരുന്നു ഇത്. പക്ഷേ ഇതിൽ ഒരു വർഷം കഴിഞ്ഞ് ഞാനിത് പഠിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഭയങ്കര ഒരു പ്രാക്ടിക്കൽ നോളേജാണ് വേണ്ടത്. അങ്ങനെ അധികം പഠിക്കുക എന്നുള്ളൊരു സംഭവമല്ല. ലൈക്ക് നമ്മളിപ്പോൾ വീട്ടിനുള്ളിൽ വരെ ഒരു നിയമം ഉണ്ട് എന്നാണല്ലോ. അപ്പോൾ നമുക്കൊന്നും അധികം ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു സൊസൈറ്റിയിലുള്ള ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഈ സബ്ജക്റ്റ്. അപ്പോൾ എടുത്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു ജാസ്ക്ക് പറഞ്ഞതുകൊണ്ടാണല്ലോ ഞാൻ എടുത്തത്. അപ്പോൾ എനിക്കൊരു നല്ലത് തോന്നി മൊത്തത്തിൽ. അതുപോലെ ഇവള് ചെറുപ്പത്തിൽ തന്നെ പിന്നെ
എന്നോട് ഒരിക്കലും ഞാൻ സൗദിയിൽ ജോലി ചെയ്തിരുന്നു ഗൾഫ് പോയപ്പോൾ ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് വക്കീലാവാൻ കഴിയുക. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ +2 കഴിഞ്ഞ് പിന്നെ 3 കൊല്ലം ഡിഗ്രി കഴിഞ്ഞു പിന്നെ പോവാം. അന്നേ അവളെ മനസ്സിലൊരു തോട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് അങ്ങനെ ഒരു കുട്ടി ചോദിച്ചത് ഓള് എന്തോ ആരോ കണ്ടിട്ട് ഏതോ സിനിമയിലൊക്കെ കണ്ടിട്ടായിരിക്കും വക്കീൽ വേഷം വിട്ട് കിടക്കുന്നത്. പക്ഷേ പിന്നെ ഇവിടെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങളെ വല്യപ്പക്ക് ഈ കേസ് ആയിട്ട് കോടതിയിലും വക്കീലായിട്ട് നടക്കുന്നത് വലിയ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ആ മേഖലയിൽ എൻ്റെ കുട്ടികളിൽ ഒരാളെങ്കിലും വക്കീൽ ഭാഗത്തിലെത്തണമെന്നതിൽ വലിയ ഒരാഗ്രഹമായിരുന്നു. ഈ നമ്മുടെ നാട്ടിൽ തന്നെ അന്ന് പേര് കേട്ട KT നിസാർ അഹമ്മദ് കോട്ടും ഷൂട്ടും അണിഞ്ഞ് നടക്കുമ്പോൾ അത് കണ്ടിങ്ങനെ വാപ്പ പറയാറുണ്ടായിരുന്നു എൻ്റെ ഒരു മകന് എൻ്റെ ഒരു മക്കൾ ഒന്ന് കോട്ടണിഞ്ഞിട്ട് കോടതിയിൽ കയറുന്നത് കാണുന്നത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങളുടെ രണ്ടാമത്തെ ജ്യേഷ്ഠനായ കുഞ്ഞുമൊയ്തീൻ്റെ മകൾക്ക് ഈ ഒരു അവസരം കിട്ടിയ അതുമാത്രമല്ല ഇതിന് പിന്നിൽ നന്നായിട്ട് ഒരു പ്രചോദനം ജ്യേഷ്ഠൻ ഉണ്ടാകാൻ കാരണം പാപ്പൻ്റെ ഈ വാക്കുകളായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിനുവേണ്ടി നന്നായിട്ട് മോള് പരിശ്രമിച്ചും ചെയ്ത് അത് നേടിയെടുത്തും ചെയ്തു. ഇനിയിപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയാലും അവൾ നേരത്തെ പറഞ്ഞ പോലെ നല്ല പരന്ന വായനയുള്ള കുട്ടിയാണ്. നല്ല വലിയ വലിയ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലെ വലിയ നോവലുകളൊക്കെ വായിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ട് ഈ വായന ഇതിന് നല്ലൊരു കാര്യമായിട്ടുണ്ട്. എനിക്ക് ചോദിക്കാനുള്ളത് ഉപ്പ ഈ മേഖലയിൽ നന്നായി പിന്തുണ നൽകി. പക്ഷെ വല്യപ്പാനെ വാക്കുകൾ ചിലപ്പോൾ അവൾ കേട്ടിട്ടുണ്ടാവില്ല, ഞങ്ങളായിരിക്കും കേട്ടത്. അപ്പോൾ ഇത് പൂർത്തിയാക്കിയ ഞാൻ വളരെ നല്ലൊരു ഇത് പറയാം, അഭിനന്ദിക്കുകയാണ് അവളെ. കാരണം ഈ മേഖല തിരഞ്ഞെടുത്ത് ഒരു വക്കീൽ സൂട്ട് അണിഞ്ഞിട്ട് ഈ കൊടിയത്തൂരിലൂടെ ഒരു അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ അംഗമായി നിന്നത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. ഇപ്പം എനിക്ക് 5 കോളേജിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഞാൻ പോണ്ടിച്ചേരിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ ഞാൻ ഇന്ന് ചേരാൻ പോവുകയാണ്. നല്ലൊരു വക്കീലാ. ഉയർന്ന ഏറ്റവും ടോപ്പ് ഇതിന്റെ എന്താണ് എന്ത് ഈ പഠനത്തിന്റെ ഏറ്റവും ടോപ്പ് സ്ഥാനം ഏതാ? ഇത് കഴിഞ്ഞ ആൾക്കാർ വേണേൽ PhD ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. ഞാൻ PhD ഒന്നും വിചാരിക്കുന്നില്ല. ഞാനിപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ ജുഡീഷ്യൽ സർവീസ് എക്സാം ഉണ്ട് ജുഡീഷ്യറിൻ്റെ, അപ്പോൾ അത് എഴുതാനാണ് വിചാരിച്ചത്. സാധിക്കട്ടെ. ഇനി അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കെടുത്തുകൊണ്ട് സൗത്ത് കൊടിയത്തൂർ കോൺഗ്രസ് കമ്മിറ്റി ഒരു അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. ആ ചടങ്ങിൽ പൊന്നാട അണിയിച്ചുകൊണ്ട് DCCയുടെ സെക്രട്ടറി MT അഷ്റഫ് ഫാത്തിമ സാറെ പൊന്നാട അണിയിച്ചു. പിന്നെ വിദ്യാഭ്യാസ പ്രോത്സാഹന ക്യാഷ് അവാർഡ് ഉണ്ടായിരുന്നു. ഇത്തരം വിദ്യാർത്ഥികൾ ഉന്നത നിലവാരത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് നൽകി നൽകാറുണ്ട്. അത് ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് M സിറാജുദ്ദീൻ സാഹിബ് നിർവഹിച്ചു. സൗത്ത് കൊടിയത്തൂരിൽ പുത്തൻകുടിയക്കലാണ് കുടുംബാംഗമായ കുഞ്ഞുമേദിയുടെ മകൾ ഇന്ന് മർക്കസ് നോളജ് ടെസ്റ്റിൽ നിന്ന് LLB പാസ്സായി എൻട്രൻസ് പരീക്ഷയിലൂടെ LLM നേടിയിരിക്കുകയാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ 6ാം റാങ്കും ഓൾ ഇന്ത്യ ലെവലിൽ 7ാം സ്ഥാനവും നേടിയിരിക്കുകയാണ്. അങ്ങനെ ഈ വലിയൊരു നേട്ടത്തിന് അർഹമായിരിക്കുകയാണ്. ഈ ഒരു സുദിനത്തിൽ നമ്മുടെ ഈ പുത്തമ്പടിയേക്കലിൻ്റെ സന്തോഷത്തിൽ, കുടുംബത്തിൻ്റെ സന്തോഷത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സൗത്ത് കൊടിയത്തൂർ ഇതിന് ഭാഗമായിരിക്കുകയാണ്. അവരെ സന്തോഷം പങ്കിടുന്നതിന് അത് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളും ഈ സന്തോഷത്തിൻ്റെ ഭാഗമാകുന്നതാണ്. കൊടിയത്തൂർ പ്രചോദനം നൽകിയത് പിതാവ് കുഞ്ഞുമേദിനാണ്. അതിനേക്കാൾ കൂടുതൽ വലിയ ഇൻട്രസ്റ്റിൽ അത് താല്പര്യം പ്രകടിപ്പിച്ചത് നമ്മുടെ വല്യുപ്പ എൻ്റെ ഉപ്പയായ PP ഖാദർ സാഹിബായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കോടതിയിൽ ഒരു വക്കീൽ വേഷം അണിഞ്ഞ് എൻ്റെ ഒരു മക്കൾ കോടതിയിലെത്തണമെന്നില്ല. ആ ആഗ്രഹം സഫലീകരിക്കാൻ സാധിച്ചത് PP ഫാത്തിമ സഹറക്കാണ്. ആ ഒരു സന്തോഷം ഇന്ന് പിതാവ് ജീവിച്ചിരിപ്പില്ല. ആ പിതാവിൻ്റെ ഖബറിൽ ഈ വാർത്ത എത്തുമ്പോൾ സന്തോഷത്തിൻ്റെ വലിയ ഒരു സന്തോഷം. പൊന്നാട നിൽക്കാൻ വേണ്ടി MTR ക്ഷണിക്കുന്നു.
കമ്മിറ്റിൻ്റെ ഒരു ക്യാഷ് പ്രൈസാണ് നൽകുന്നത് ബ്ലോക്ക് പ്രസിഡന്റ്. അഭിമാനമായിട്ട് ഫാത്തിമത്ത് സഹറ മാറിയിരിക്കുകയാണ്. നേരത്തെ ഇവിടെ യൂസുഫ് സംസാരിച്ചപ്പം പറഞ്ഞു വല്യാപ്പൻ്റെ ഒക്കെ ആഗ്രഹമായിരുന്നു. ഏതായാലും നല്ല ഒരു സീനിയർ വക്കീലായിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലൊക്കെ വാദിക്കുന്ന രീതിയിലേക്ക് വരട്ടെ. നല്ലൊരു സമയത്താണ് ഇങ്ങനെ അവാർഡൊക്കെ കിട്ടി, അല്ല റാങ്കിൽ ലിസ്റ്റിൽ പെട്ട് നല്ല നിലക്കാണ് പോകുന്നത്. മെറിറ്റിലൂടെ തന്നെ കയറി പോവുകയാണ്. ഏതായാലും നന്നാക്കി പഠിച്ച് കുടുംബത്തിനും നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനൊക്കെ ഏറ്റവും ഉപകാരമുള്ള കുട്ടിയായിട്ട് വളരട്ടെ. അതിന് MT അടക്കം ഉള്ള വീട്ടുകാരെ ഏതായാലും കൊടിയത്തൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയാനൊന്നുമില്ല. ഈ ഉപഹാരങ്ങളെല്ലാം തന്ന പ്രസിഡൻറ്റിനും ബാക്കിയുള്ള എല്ലാവർക്കും നന്ദി അറിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ എൻ്റെ വീഡിയോകൾ കണ്ടല്ലോ. എല്ലാ സംഭവങ്ങളും കേക്ക് മുറിക്കുന്നതും പൊന്നാട അണിയിക്കുന്നതും ഫുഡ് കഴിക്കുന്നതും പിന്നെ എല്ലാ ഉമ്മാൻ്റെ വക ഷാൾ അണിയിക്കുന്നതും എല്ലാം. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.